വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും വ്യവസായ ബന്ധങ്ങളും സംയോജിപ്പിച്ച് 2031 കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ നഗരങ്ങൾ സ്ഥാപിക്കാനാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2031 വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശയ സമാഹരണത്തിനായി വകുപ്പ് കോട്ടയത്ത് സംഘടിപ്പിച്ച ഏകദിന സെമിനാറിന്റെ പ്രാരംഭ സമ്മേളനത്തിൽ സമീപന രേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഗോള വാണിജ്യം, മാരിടൈം സ്റ്റഡീസ്, ഫിൻടെക്, ആഗോള വ്യാപാരം, തുറമുഖ മാനേജ്മെന്റ്, ബിസിനസ് അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണ് കൊച്ചിയിൽ വിഭാവനം ചെയ്യുന്നത്. തിരുവനന്തപുരം കേന്ദ്രമായി ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ബഹിരാകാശ ശാസ്ത്രം, സൈബർ സുരക്ഷ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, പൊതുനയം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയുടെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബ് സ്ഥാപിക്കാനാകും. കോഴിക്കോട്ട് ലിബറൽ ആർട്സ്, ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ്, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാനം, കാലാവസ്ഥ, തീരദേശ പഠനങ്ങൾ, സാംസ്കാരിക പൈതൃകം എന്നിവയുടെയും, തൃശൂരിൽ പെർഫോമിംഗ് ആർട്സ്, ആയുർവേദം, കാർഷിക സാങ്കേതിക ശാസ്ത്രങ്ങൾ, സഹകരണ ബാങ്കിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, ആരോഗ്യം, സെമി കണ്ടക്ടർ ടെക്നോളജി എന്നിവയുടെയും ഹബ്ബുകളാണ് മന്ത്രി അവതരിപ്പിച്ച സമീപന രേഖയിലുള്ളത്. പ്രധാന നഗരങ്ങളിൽ നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുണനിലവാരം, തൊഴിൽക്ഷമത, ലോകോത്തര ഗവേഷണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആഗോള മത്സരക്ഷമതയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടണമെന്ന് സമീപന രേഖ നിർദ്ദേശിക്കുന്നു. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ജനകേന്ദ്രീകൃതമായ വൈജ്ഞാനിക സമൂഹം എന്ന ആശയം തിളക്കമാർന്ന കേരള മാതൃകയുടെ 2ാം അധ്യായമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിന് പുറത്തുനിന്നും രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തു നിന്നും വിദ്യാർത്ഥികൾ അറിവ് തേടി കേരളത്തിലെത്തുന്ന വിധത്തിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റണം എന്നുള്ളതാണ്. 2031 ആകുമ്പോഴേക്കും അത്തരത്തിലൊരു ആഗോള ഹബ്ബായി കേരളത്തെ മാറ്റാനാണ് നമ്മുടെ പരിശ്രമം. പ്രതിവർഷം ചുരുങ്ങിയത് 10,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള 30,000 വിദ്യാർത്ഥികളെയും എങ്കിലും നമ്മുടെ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും ആകർഷിക്കാൻ ലക്ഷ്യം വയ്ക്കുകയാണ്. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന പ്രാരംഭ സമ്മേളനത്തിൽ സഹകരണം, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തെ ആഗോള ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുന്ന ഇടപെടലുകളാണ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. 33 സെമിനാറുകളാണ് വിവിധ ജില്ലകളിലായി ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെമിനാറുകളുടെ ആത്യന്തിക ലക്ഷ്യം കഴിഞ്ഞ 9 വർഷക്കാലമായി ഒരു നവകേരള സൃഷ്ടിയിലൂടെ നാം കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങൾ പൊതുവിൽ വിലയിരുത്തുന്നതിനും 2031 എത്തുമ്പോൾ കേരളം എന്തായിരിക്കണം, ഓരോ രംഗത്തും എന്ന കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഭാവനാസമ്പന്നവും ദിശാബോധം പകരുന്നതുമായ ഒരു വീക്ഷണം ഉയർത്തിക്കൊണ്ട് ഭാവി കേരളത്തെ പരുവപ്പെടുത്തുന്ന ഭാവി വിഷനാണ് പ്രധാനമായും 2ാമതായി ലക്ഷ്യം വയ്ക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 9 വർഷം സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ, കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ K സുധീർ എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ CR പ്രസാദ്, കൊച്ചി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജുനൈദ് M ബുഷറി, കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ K ശിവപ്രസാദ്, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ്, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ P ജയപ്രകാശ്, മുംബൈ IIT എമിറ്റിറ്റസ് പ്രൊഫസർ NV വർഗീസ്, സർവകലാശാല മുൻ വൈസ് ചാൻസലർമാരായ പ്രൊഫസർ സജി ഗോപിനാഥ് രവീന്ദ്രൻ, പ്രൊഫസർ ഗംഗൻ പ്രതാപ്, പ്രൊഫസർ MV നാരായണൻ, പ്രൊഫസർ PG ശങ്കരൻ, പ്രൊഫസർ MS രാജശ്രീ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ രാജൻ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. i4e ന്യൂസ്, ഏറ്റുമാനൂർ.